ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും പറ്റിയ ഒരു നല്ല സംഭവം ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്, ആ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. എന്തരി വേണമെങ്കിലും എടുക്കാം. നമ്മൾ കഴിക്കുന്ന അരി എന്താണോ ആ അരി എടുക്കാം. നമുക്ക് ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് ചെറുപയറാണ് അതിലോട്ടിട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. അരി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചിരണ്ടിയതാണ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. അരിയും പയറും കൂടെ കഴുകിയതാണ് കുക്കറിലോട്ട് ഇടുവാണ് ഞാനിവിടെ തേങ്ങ കാണിച്ചിരുന്നല്ലോ, ഒരു ഗ്ലാസ് തേങ്ങ കാണിച്ചിരുന്നല്ലോ, അത് പിഴിഞ്ഞെടുത്തതാണിത്. ഫസ്റ്റ് പാലാണ്. പിന്നെ ബാക്കി എല്ലാം കൂടെ എടുത്തിട്ട് അതിൻ്റെ ചണ്ടി എല്ലാം കൂടെ പിഴിഞ്ഞെടുത്ത് ബാക്കി എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, അളന്ന് നോക്കണമെങ്കിൽ നോക്കാം. ഒന്ന് അത് ഒരു 2 ഗ്ലാസ് തികച്ചില്ല എങ്കിലും നമുക്കത് പോരാ. നമുക്ക് വീണ്ടും ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. അതിൻ്റെ കൂടെ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ജീരകം ഇടാം. ഒരു പിഞ്ച്. ഇനി നമുക്കിത് അടുപ്പത്തിട്ട് വയ്ക്കാം. ഒരു 5 വിസിൽ വന്നു. എന്നിട്ട് കുറച്ച് നേരം ഞാൻ വെച്ചിരുന്നു. ഇത് പോകാനായിട്ട്, ആവിക്ക് പോകണ്ടേ, അതിന് വേണ്ടി. ഈ പയർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പയർ ചേർക്കാം. ഞാൻ പയർ ഇഷ്ടമാണ് എനിക്ക്, എന്നാലും പയർ രാത്രി കഴിക്കും. ഞാൻ രാത്രി കഴിക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് വേവണമെന്നാണ് എനിക്കിഷ്ടം. അതാണ് സുഖം കഴിക്കാനായിട്ട്. കണ്ടോ? ഇനി നമ്മളിവിടെ ആ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടോ? 1 ഗ്ലാസ് തേങ്ങാപ്പാൽ. ഞാൻ ഇതിലോട്ട് മൊത്തമായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. കാരണം ഈ പാത്രത്തിലോട്ടാണ്, തേങ്ങാപ്പാൽ ഇരുന്ന പാത്രമാണ്, അതിലോട്ട് ഞാൻ ഈ കഞ്ഞി, ആവശ്യത്തിനുള്ള കഞ്ഞി എടുക്കുകയാണ്. കാരണം ഇവിടെ ഞാൻ മാത്രമേ കഞ്ഞി കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനെടുത്തു. ഇത്ര മതിയേ? മതി. ഇനി ഇതിലോട്ട് ഈ പാലങ്ങോട്ട് ഒഴിക്കുകയാണ്. നല്ല കട്ടിപ്പാലാണ്. ആഹാ, എന്ത് ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതിങ്ങനെ നമുക്കൊന്ന് കലക്കി കൊടുക്കാം. കണ്ടോ? ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഉപ്പ് പൊടി, ഉപ്പ് കല്ല് എന്തുവേണമെങ്കിലും ഇടാം. ഞാനിത് കല്ലുപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. നോക്കണം, മതിയോ, ഉപ്പ് മതിയോ എന്ന് നോക്കണം. ഇനി ഇത്രയും ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കഞ്ഞി ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് വെള്ളമില്ലാതെ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിത്രയും വേണം, അതുകൊണ്ട് ഞാൻ ആ ലൂസാക്കി എടുത്താണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാൽക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ സൈഡ് ഡിഷുകളൊക്കെ വേണ്ടെന്ന് നോക്കാം. അതിൽ നമുക്ക് എന്തൊക്കെയാണെന്ന്. നമ്മുടെ കഞ്ഞി പാൽക്കഞ്ഞി. പാൽക്കഞ്ഞിയെ കുടിക്കുള്ളൂ, രാജകീയ ഭോജനമാണ്. പാൽക്കഞ്ഞിയെ കുടിക്കുള്ളൂ, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൈഡ് ഡിഷായിട്ട് ഞാൻ നെല്ലിക്ക അച്ചാർ വെച്ചിട്ടുണ്ട്. പപ്പടം വറുത്താണ്. പപ്പടം ചെറുതായിട്ടൊന്ന് മുറിച്ച്, കണ്ടുണ്ടായിട്ട് മുറിച്ചിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും ഉണങ്ങിയ മുളകുണ്ടല്ലോ, ഉണക്കമുളക്, ആ മുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇട്ടതാണിത്. അപ്പോൾ നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്ന കൂട്ടത്തിൽ ഒരു എരിവിന് വേണ്ടി ഒരു മുളക് ഒരെണ്ണം കടിച്ച അടിപൊളിയായിരിക്കും. ഒന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം കണ്ട് ആസ്വദിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പാൽക്കഞ്ഞി, നമ്മളിപ്പോൾ പാൽക്കഞ്ഞി എടുത്ത് വെച്ചില്ലേ, പാൽക്കഞ്ഞി ഞാൻ കുടിക്കുകയാണ്. നല്ല സ്വാദാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞോട്ടെ, നല്ല പായസം പോലെ. പക്ഷെ ഉപ്പിട്ടതാണ്, മധുരം ഇട്ടതല്ല. ഞാൻ കഴിക്കട്ടെ.
ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഒന്ന് അരി ഇരിക്കട്ടെ, ഒരു പപ്പടവും ഒരു മുളകും ഒക്കെ എടുത്ത് കടിക്കാം. ഒരു മുളക്, ഉണങ്ങിയ മുളക് വറുത്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. പപ്പടം ഇതിൻ്റെ ആവശ്യമില്ല, അത് വെച്ചതേ. ഇത് മാത്രം മതി. നല്ല സ്വാദം. ഇത് ട്രൈ ചെയ്ത് വേണം കേട്ടോ ആൾക്കാരും. പിന്നെ അന്ന് ഇത് തന്നെയാക്കും നിങ്ങൾ, നിത്യം ഇത് തന്നെ കഴിച്ചാലോ. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ തിളപ്പിക്കാൻ പറ്റില്ല. നമ്മളിത് ഇറക്കി വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഇത് ആദ്യത്തെ പാലെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ചണ്ടി കളയണ്ട, ഒന്നുകൂടെ പിഴിഞ്ഞ് ആ വെള്ളം കുറച്ച് കൂടുതലെടുത്ത് ഒരു 5-6 ഗ്ലാസ് വെള്ളം വയ്ക്കുകയാണ് നല്ലത്. ഞാൻ ആദ്യം 4.5 ഗ്ലാസ് വെള്ളം വെച്ചു. അപ്പം നോക്കിയപ്പോൾ അത് അത്ര പോരാന്ന് തോന്നി. വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു. അങ്ങനെ ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പോൾ നോക്കണം, മതിയോ നോക്കണം, ഇടയ്ക്കൊന്ന് നോക്കാമല്ലോ. ഒരു 5-6 വിസിലും വരണം. എൻ്റെ കുക്കർ പഴയ കുക്കറായിരുന്നു, ഒരു 6 വിസിൽ വന്നു. നിങ്ങളുടെ പുതിയ കുക്കറൊക്കെ ആകുമ്പോൾ അത്രയും വേണ്ടി വിടുക. നിങ്ങൾ സാധാരണ നിങ്ങൾ ഈ അരിയാണല്ലോ നിങ്ങൾ വയ്ക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നോക്കിയിട്ട് തുറന്ന് നോക്കുക. വിസിൽ വന്ന് അതിൻ്റെ ഫുൾ ആ ഇതും സ്റ്റീമും പോയി കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ. തുറന്നിട്ട് നോക്കുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചൂടുവെള്ളം വെച്ചവെള്ളം ഒഴിച്ച് വീണ്ടും വേവിക്കണം. അത്രയേ ഉള്ളൂ. വർത്താനം പറഞ്ഞത് കഞ്ഞിയുടെ ആ സ്വാദവും